ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്കിന്നൊരു വാക്സിൻ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൊട്ടിയത്ത് പോവുകയാണ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓ ഗൈസ്, അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ വാക്സിൻ എടുത്തിട്ടൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത് അറിയത്തില്ല. നമുക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. എൻ്റെ ശ്രീപ്രിയ അവിടെ ഇരിക്കുന്നു ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ? എങ്ങനെ വേദനയുണ്ടോ? വേദനിച്ച് നല്ല വേദനിച്ച്. ഫസ്റ്റ് വേദനയില്ലായിരുന്നല്ലോ. ആദ്യത്തെ ഡോസ് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഇവളുടെ അത്ര പോലും എനിക്കൊന്നും ഇല്ലായിരുന്നു. അതുപോലെ രണ്ടാമത്തത് കുത്തിയപ്പോൾ നല്ല വേദന. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി എന്താണെന്ന് അറിയാം. ഞാൻ പോയി കരഞ്ഞിട്ട് വെക്കാം. വാക്സിൻ എടുക്കും. കരയും. മീരയുടെ ഫ്രണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്യാൻ പറഞ്ഞു. കൈയിട്ട് ഇത് കൊട ഇങ്ങനെ. സോ വാക്സിൻ എടുത്ത് കഴിഞ്ഞു. ഇല്ല, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഹാഷിന് അവരൊരു സർപ്രൈസ് കൊണ്ട് സർപ്രൈസ് ഒരു സാധനം കൊണ്ട് വരുന്ന എനിക്ക് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ അത് ഭയങ്കര സംസാരം. അപ്പോൾ ഗൈസ്, അവിടെ പോയിട്ട് നമുക്ക് നോക്കാം സർപ്രൈസ് ആകും. ഗൈസ്, ഞങ്ങളിവിടെ എത്തി. ഗ്രീൻ സ്മാർട്ട് ഗൈസ്, ഞങ്ങൾ തീരുമാനിച്ച് അമ്മേനെ ഈ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറ്റാണ് കേട്ടാ. ശ്രീനെ കയറ്റാ. ശ്രീ ട്രെയിനിൽ കയറുന്ന ചോദിച്ചോടാ. അവൾ അതിൻ്റെ അത്രേ ഉള്ളു. കയറിയിരിക്കാൻ കൊള്ളാം അല്ലേ? പക്ഷെ അവർ നമ്മളെ കയറ്റുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം അയ്യ കറങ്ങി വന്നിട്ട് കയറാം ഗൈസ്. അവൻ വരും, നമുക്ക് ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇരിക്കാം. അങ്ങനെയല്ല, ഓരോന്നും പറഞ്ഞ് ഗൈസ് ഞാൻ മേളിൽ കൊണ്ട് പോവുക. ഈ ലിഫ്റ്റിൽ പോവാലോ. അറിയാമോ എന്തുവാ എന്തുവാ സംഭവം? എല്ലാം പൊട്ടിയാക്കരുത്. അവരിപ്പോൾ വരുമെന്ന് എനിക്കൊരു സാധനം തരാനുണ്ടെന്ന്. ഇവരൊക്കെ മിണ്ടുന്നില്ല. നിങ്ങളെന്താ എൻ്റെ അമ്മയടുത്ത് മിണ്ടാത്തത്? അമ്മയ്ക്ക് വേണക്ക, നിങ്ങളൊന്നും മിണ്ടുന്നില്ലെന്ന്. മിണ്ടും, വ്ളോഗിലുണ്ട്. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തി. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സംശയം. എന്തിനാ വരുന്നത് നമ്മൾ? എന്ത് സാധനം? ശ്രീയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടുക അമ്മയുടെ വായിന്ന്, അവളുടെ അമ്മയുടെ വായിന്ന് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി. ഓ ഐസ്ക്രീം ഗൈസ്. പക്ഷെ ഫുഡ് കോർട്ടും തോന്നില്ല. അങ്ങനെ ഗൈസ്, അമ്മേനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ശ്രീ പയ്യപ്പ് ബാഗ് എടുത്തോണ്ട് വരുകയാണ്. ഭയങ്കര പാവൻ്റെ ശ്രീ ബാഗ് എടുത്തോണ്ട് പിടിച്ചു. അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ ശ്രീക്കാ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഹാഷിമിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, ഈ കേക്കും കൊണ്ട് അമ്മയുടെ അടുത്ത് പോയി. ഇപ്പം അമ്മയും ശ്രീയുടെ അമ്മയും കൂടി സംസാരിക്കും. അപ്പം ഞങ്ങൾ കേക്കും ഗിഫ്റ്റും ആയിട്ട് അങ്ങോട്ട് പോവാം. വീഡിയോ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പ്ലാൻഡ് ആണ് ഗൈസ്. നമുക്ക് നോക്കാം. അമ്മ അവർ സംസാരിക്കുമ്പോൾ അവർ ബാഗിക്കൂടെ ആൻഡ് സോ ഗൈസ്, ബർത്ത്ഡേ ആണ്. മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ച് തരുകയാണ്. എങ്ങനെയുണ്ട്? സന്തോഷമായ ഗിഫ്റ്റ്? ഒരുപാട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഭയങ്കര ഷോക്കിങ്. ഞാൻ ഇങ്ങനെ തരുമെന്ന് വിചാരിച്ചില്ല. സർപ്രൈസ് ആയി നിൽക്കും. ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എൻ്റെ വ്ളോഗ് കണ്ടിട്ട് രണ്ട് ഗൈസ് അവിടെ നിന്ന് ചെയ്യുക. പേര് വെളിപ്പെടുത്തില്ല, മുഖം കാണിക്കില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെയും അവളുടെയും സെയിമാണ്. അമ്മയുടെ എങ്ങനെയുണ്ട് ചോദിക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പറ. ശ്രീയുടെ മമ്മി ഒന്നും എടുത്തില്ല. ഒന്നും ഞാൻ വിഷമമായി പോയി ഗൈസ്.
കേക്ക് കഴിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞാനും ഹാഷിമയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് മന്തിക്കടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചല്ലേ. എന്നെ മുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. സോ ഗൈസ് ഞങ്ങൾ അങ്ങനെ കയറി. സോ മേവർത്തൽ മന്തിക്കടയിൽ പോകണോ അതോ രണ്ടാം കുറ്റി പോകണോ ഞങ്ങൾ കൺഫ്യൂഷൻ. നമുക്ക് നോക്കിയിട്ട് പോവാം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അല്ലേ. സർപ്രൈസായി നെട്ടി ഇരിക്കുകയാണ് ആള്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ കൊടുത്തതെല്ലാം തുറന്ന് നോക്കണം കേട്ടോ. ഇതുവരെ ആ നെറ്റിൽ മാറിയിട്ടില്ല, മാറി മാറി നിൽക്കുന്നത്. അപ്പം ഗൈസ് ബൈ.